പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്നതിനായി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴുള്ള ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യം. രാഹുലിന്റെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശനത്തിന് മകനും MLA-യുമായ ചാണ്ടിയുടെ അനുവാദമില്ലെന്ന വാർത്ത കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. വാർത്തകളെ നിഷേധിച്ച് ചാണ്ടി രംഗത്ത് വന്നെങ്കിലും രാഹുൽ വന്നപ്പോഴുള്ള ചാണ്ടിയുടെ അസാന്നിധ്യം അഭിപ്രായ വ്യത്യാസം തുറന്നു കാട്ടുന്നതായിരുന്നു. പിന്നീട് പാലക്കാട് തെരഞ്ഞെടുപ്പ് വേളയിലും പ്രചരണ മുഖത്ത് ചാണ്ടിയില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. താനൊഴികെ എല്ലാവർക്കും ചുമതല കൊടുത്തുവെന്നാണ് ചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. അന്ന് പറയേണ്ടെന്ന് കരുതിയതാണെന്നും ഇപ്പോഴും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നും ചാണ്ടി പറയുകയുണ്ടായി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ചു. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിന് ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു നിലപാടിലേക്ക് വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചാണ്ടി ഉമ്മന് അതിർത്തി ഉണ്ടെന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തകൾ സ്ഥിരീകരിക്കുക കൂടിയാണ് ഇപ്പോൾ നടത്തിയ പ്രതികരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചാണ്ടി ഉമ്മൻ മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ഇതിന്റെ ചിത്രങ്ങളടക്കം കമന്റ് ചെയ്തുകൊണ്ട് അമർഷം പ്രകടിപ്പിക്കുന്ന പ്രവർത്തകരുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ചാണ്ടി കൂടുതൽ ദിവസങ്ങളിലും കേരളത്തിന് പുറത്തായിരുന്നു. ഈ കാലയളവിൽ വിദേശ പര്യടനവും അദ്ദേഹം നടത്തിയിരുന്നു. കുറച്ചുകാലമായി കോട്ടയത്തെ A ഗ്രൂപ്പ് നേതൃത്വമായും ചാണ്ടി ഉമ്മൻ അകലത്തിലാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക അനുസ്മരണ പരിപാടിയിലടക്കം ചാണ്ടിയുമായി ഗ്രൂപ്പ് നേതൃത്വത്തിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പല സാഹചര്യങ്ങളിലും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു നേതാക്കളെല്ലാം പരസ്യമായുള്ള വിമർശനങ്ങൾക്ക് ഇടവേള നൽകുമ്പോഴും ചാണ്ടി തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത വിയോജിപ്പുകളുണ്ട്. അതേസമയം ചാണ്ടി ഉമ്മനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാനും സാധ്യത കുറവാണ്. കരുതലോടെ കാര്യങ്ങളെ നോക്കിക്കാണുവാനാണ് A ഗ്രൂപ്പ് നേതൃത്വവും കോൺഗ്രസും ആലോചിക്കുന്നത്.